ന്യൂസിലേക്ക് സ്വാഗതം. ഫെബ്രുവരി മാസം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു മാസമായി മാറുന്നു. 350 കോടി സിനിമകളാണ് ഫെബ്രുവരിയിൽ മാത്രം കേരളത്തിൽ പിറന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ചലച്ചിത്ര വേദികളിൽ ഈ 3 സിനിമകൾ, മലയാളത്തിൻ്റെ 3 സിനിമകൾ ചർച്ചാ വിഷയമാകുന്നു എന്നാണ്. ഒന്നിനൊന്നിന് മെച്ചമായി തന്നെ 3 സിനിമകൾ ഓടുന്നു. ഇവിടെ ഇതിൻ്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനിലേക്ക് വരാം. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനിൽ ആര് രാജാവ് എന്നുള്ളൊരു ചോദ്യം. അങ്ങനെ നോക്കുമ്പോൾ അവസാനമായി ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് ഇതുവരെ 7 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് 5 കോടിയോളമാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട് കളക്ഷൻ 2.25 കോടിക്കടുത്ത് എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു ചിത്രമായ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രേമലു എന്ന സിനിമയാണ് 5 കോടി 30 ലക്ഷം രൂപയാണ് സിനിമ ഇതിനോടകം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നേടിയിരിക്കുന്നത്. മാർച്ച് 8-ന് സിനിമയുടെ തെലുങ്ക് പതിപ്പ് വരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ 25 കോടിക്ക് മുകളിൽ വരുന്ന ആദ്യ മലയാള സിനിമയായി മാറുമെന്ന് തന്നെ പറയാം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ. കാരണം തെലുങ്ക് വെർഷൻ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പോകുന്ന പൂരം അത് തന്നെയായിരിക്കും. അത്രത്തോളം ആരാധകരാണ് മലയാള സിനിമ കാണാൻ തെലുങ്കിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്. ഇനി മമ്മൂട്ടിയുടെ ഭ്രമയുഗമാണ്. ഭ്രമയുഗം നമുക്കറിയാം മലയാള സിനിമയുടെ തന്നെ മുഖം മാറ്റുന്ന സിനിമ എന്ന് പറയാം. മമ്മൂട്ടി എന്ന നടൻ്റെ കരിയറിൽ ഏറ്റവും മികച്ച സിനിമ എന്ന് പറയാം. മലയാളി താരങ്ങളിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സിനിമ വരുന്നു. അവരുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഏത് താരത്തിനെ എടുത്തു നോക്കിയാലുമുള്ള മികച്ച പെർഫോമൻസ് ആണ് മമ്മൂട്ടിയുടെ ഭ്രമയുഗത്തിലൂടെ കാണാൻ കഴിയുന്നത്. സിനിമയ്ക്ക് ഇതുവരെ 7 കോടി 10 ലക്ഷം രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായിട്ട് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ 6 കോടിക്ക് മുകളിലായിരുന്ന സിനിമ ഇപ്പോൾ 7 കോടിക്ക് മുകളിലെത്തി. ഒരു പക്ഷേ ഈ സിനിമ 10 കോടിക്ക് മുകളിലായിരിക്കും റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നിൽക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു കൊലത്തൂക്കാണ് 3 സിനിമകൾ കൂടി എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു മാസങ്ങൾ മാത്രം സിനിമ 150-200 കോടിക്ക് മുകളിലാണ് മലയാള സിനിമ നേടിയിരിക്കുന്നത്. 5 സിനിമകളോളം മികച്ച സിനിമകളായിട്ട് വരികയും 3 50 കോടിക്ക് മുകളിലേക്കും കയറുന്ന ഒരു പ്രതിഭാസം. ജനുവരിയിൽ ഒരു സൂപ്പർ ഹിറ്റ് ഉണ്ടായിരുന്നു ഓസ്ലറും മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളക്ഷൻ പോയിരുന്നത്. അങ്ങനെ മലയാള സിനിമ ആദ്യ 2 മാസം കൊണ്ട് ഏകദേശം 5ഓളം ഹിറ്റുകൾ, അതിൽ തന്നെ 4 സൂപ്പർ ഹിറ്റ് എന്നുള്ള ലെവലിൽ മുന്നോട്ട് കുതിക്കുന്ന കാര്യങ്ങളുമാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ബ്രോസ്.